ഹൃദയപൂർവ്വം ടീസർ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയ. മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ചിത്രം ഓണത്തിന് എത്തുന്നത്. ഒരു പക്ക ഫൺ ഫാമിലി ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന ഫീലാണ് ടീസറും നൽകുന്നത്. ഒൺലി ഫാഫ എന്ന് പറഞ്ഞാൽ ആർക്കായാലും ഒന്ന് ദേഷ്യം വരില്ലേ? കാരണം ഇത് നമ്മുടെ ലാലേട്ടനാണ്, മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ. രസകരമായ ലാൽ ഭാവങ്ങളുമായി തന്നെയാണ് ഹൃദയപൂർവ്വം ടീസർ കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുന്നത്. ആ പഴയ കള്ളച്ചിരിയും കുസൃതികളും തമാശയും എല്ലാം നിറഞ്ഞ ഒരു ലാലേട്ടനെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓണത്തിന് ലാലേട്ടൻ തകർക്കുമെന്ന് ഉറപ്പാണ്. ലാലേട്ടന്റെ അടുത്ത ട്രെൻഡിംഗ് ഐറ്റം തന്നെയാണ് ഹൃദയപൂർവ്വം. അതിൽ യാതൊരു സംശയവുമില്ല. മോഹൻലാലും സത്യനന്ദിക്കാടും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നത്. ഓണത്തിന് തിയേറ്ററുകളിലെത്തുമ്പോൾ എല്ലാവരും തന്നെ ആവേശത്തോടെയാണ് ഹൃദയപൂർവ്വത്തെ സ്വാഗതം ചെയ്യുന്നതും. എന്തായാലും പ്രേക്ഷകർ ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ രസകരമായ ടീസർ തന്നെയാണ് കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മോഹൻലാൽ തന്റെ കുസൃതി നിറഞ്ഞ ഭാവങ്ങളിലൂടെ തന്റെ വിന്റേജ് കാലഘട്ടം ഓർമ്മിപ്പിക്കുന്നുണ്ട് ടീസറിൽ. പക്ഷേ പുറത്തു വന്ന ടീസറിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. മോഹൻലാലിനെക്കാട്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഫഹദ് ഫാസിലിന്റെ കണക്ഷനുമാണ്. ഹൃദയപൂർവ്വം ടീസർ തുടങ്ങുന്നത് നായകനായ മോഹൻലാലിന്റെ കഥാപാത്രവും ഒരു നോർത്ത് ഇന്ത്യൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. അതിൽ താൻ മലയാള സിനിമയുടെ കടുത്ത ആരാധകനാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനോട് സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരനെ നമുക്ക് കാണാം. ടീസറിൽ മോഹൻലാലിനോട് ഫഹദ് ഫാസിലിനെ വാനോളം പുകഴ്ത്തി സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരനെയാണ് കാണുന്നത്. അപ്പോൾ ഫഹദ് മാത്രമല്ല, മലയാളത്തിൽ നല്ല സീനിയർ നടന്മാരും ഉണ്ടെന്നാണ് നമ്മുടെ ലാലേട്ടന്റെ രസകരമായ മറുപടി. പക്ഷേ അയാൾ അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ മോഹൻലാൽ കുറച്ച് അരിശത്തോടെ നടന്നു നീങ്ങുന്ന കാഴ്ചയിലൂടെയാണ് ടീസർ ആരംഭിക്കുന്നത്. എന്തായാലും 2 മിനിറ്റ് തികച്ചില്ല പുതിയ ടീസറിൽ. പക്ഷേ ഈ രംഗം അങ്ങ് തകർക്കുകയാണ്. കാരണം ഹാസ്യത്തിന്റെ മേമ്പടിയോടെ ഒരുക്കി ഈ രംഗം ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് മലയാള സിനിമയോടുള്ള പുതിയ സ്നേഹത്തെയും അത് കേൾക്കുമ്പോൾ ഒരു ശരാശരി മലയാളികൾക്കുണ്ടാകുന്ന വികാരങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പ്രതിഫലിച്ച് തന്നെ നമുക്ക് ആ രംഗത്തിലൂടെ കാണാൻ സാധിക്കും. എങ്കിലും മോഹൻലാലിന്റെ സ്വതസിദ്ധമായ ഭാവങ്ങളും തമാശയും കൂടി ആയപ്പോൾ വളരെ ആസ്വാദകരമായി തന്നെ ആ സീൻ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തി. എന്തായാലും ഫഹദ് ഫാസിലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഹൃദയപൂർവ്വം ടീസറിലെ ഈ രംഗം ആഘോഷിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. എന്തായാലും മലയാള സിനിമാ പ്രേമികൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ ടീസറിലെ സംഗീത് പ്രതാപിന്റെ സീനുകളും വൈറലാകുന്നുണ്ട്. സംഗീത് പ്രതാപിന്റെ കോളറിന് കുത്തിപ്പിടിച്ചാൽ പടങ്ങൾ ഹിറ്റാകുമോ എന്നാണ് രസകരമായ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. കാരണം ഇതിനു മുമ്പ് സംഗീത് പ്രതാപും പ്രണവും ഒരുമിച്ച സിനിമയിലും ഇതേ രംഗമുണ്ടായിരുന്നു. മാത്രമല്ല പ്രേമലുവില് നസ്ലിനും സംഗീതും ഇതേ രീതിയിൽ തന്നെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇത്തവണ മോഹൻലാലിനുമൊപ്പമുള്ള ഈ ഷോട്ടും ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും ടീസർ അതിഗംഭീരമാണ്. ഇനി വരാനിരിക്കുന്നത് ഒരു ഓണസദ്യ ആകുമെന്ന് തന്നെയാണ് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ഹൃദയപൂർവ്വം ആശ്രവ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഏറെ കാലത്തിനു ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത്. പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ പ്ലസന്റ് ആയാണ് ചിത്രം കടന്നു പോകുന്നതെന്നാണ് ഈ ടീസർ നൽകുന്ന സൂചനകൾ. മെഗാ ഹിറ്റ് ചിത്രങ്ങളായ എമ്പുരാൻ, തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാകും മോഹൻലാൽ ഈ ഓണത്തിന് ഒരുങ്ങുന്നതെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.